5 മിനിറ്റ് പോലും എനിക്ക് സമയമില്ല സാറേ. വൈകുന്നേരം ഞാൻ മെസ്സേജ് ഇടാം കേട്ടോ. എല്ലാവരോടും പറഞ്ഞു രാത്രിക്ക് ഞാൻ വോയിസ് മെസ്സേജ് ഇടാൻ, വിളിക്കാനൊന്നും സമയമില്ല. എന്നാൽ എല്ലാവരോടും പറഞ്ഞേക്കണം. ഫസ്റ്റ് ഡേ ദുബായി വന്നിട്ട് ഞാൻ ദുബായിക്ക് പോരുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം വീടോ വീട്ടുകാരോ കോളേജോ എല്ലാം മറന്നു. അടിപൊളി. ഞാൻ പശുക്കളുടെ കാര്യം നോക്കുമ്പോൾ അപ്പം എന്നെ ചാടി എന്നെ ഞാനൊന്ന് ദുബായ് യാത്രയൊക്കെ ചെയ്ത് വിമാനത്തിലൊക്കെ കയറിയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. 5 ദിവസം ഞങ്ങൾ അടിച്ചങ്ങോട്ട് പൊളിക്കാൻ പോകണം. സ്പോർട്സ് കാർ ഓടിക്കും, ഏത് കാറാണെങ്കിലും ഓടിക്കും. സ്പോർട്സ് കാർ ആകുമ്പോൾ പിന്നെ ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ ഒരു ഭാഗമായിട്ട് വന്ന ആളല്ല, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളായിട്ട് എത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഇവിടം വരെ എത്തിയെന്നുള്ളൊരു സന്തോഷം. ഒരു ഫാമിലി പോലെ അത്ര അടുത്തു. എല്ലാവരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്. ഇപ്പോൾ ഗൾഫ് രാജ്യത്ത് 2 ദിവസം സ്ഥലം മേടിച്ച് താമസിച്ചാല എന്ന് വർത്തിയ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ദുബായ് കാണണമെന്നിട്ട്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നിട്ടുള്ളത്. ഭയങ്കര സന്തോഷത്തിലാണ്. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ വന്നവർ, അപ്പം അങ്ങനെയുള്ള 6 പേരോടൊപ്പം ഇവിടെ കൂടാൻ പറ്റി. വളരെ സന്തോഷം. ഇപ്പം വളരെ സന്തോഷം തോന്നുന്നു. ജോ അടിക്കാൻ പോകും. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല.